വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് രസഗുള തയ്യാറാക്കാം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാ നീരിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം പാടമാറ്റാത്ത 1/2 ലിറ്റർ പാൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പാല് തിളപ്പിച്ചെടുക്കാം. പാല് ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീര് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്യും. ഇപ്പോൾ പാല് പിരിഞ്ഞു വരുന്നുണ്ട്. ഇനി നാരങ്ങാ നീര് ചേർക്കേണ്ട. പാല് മുഴുവനായും പിരിഞ്ഞിട്ടുണ്ട്. അല്പം തണുത്തതിന് ശേഷം നമുക്കിത് ഒരു നേർത്ത തുണിയിലൂടെ അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു നേർത്ത തുണി വെച്ച് നമുക്ക് അതിലൂടെ ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങയുടെ പുളി മുഴുവൻ പോയി കിട്ടാൻ ഇതിലൂടെ കുറച്ചുകൂടി പച്ചവെള്ളം ഒഴിക്കാം. ഇത് നന്നായി പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം മുഴുവനായും ഡ്രെയിൻ ചെയ്യാം. ചെന ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി വരുന്ന വെള്ളം ചപ്പാത്തി മാവ് കുഴക്കാനോ ഏതെങ്കിലും വെജിറ്റബിൾ കറിയുടെ ഗ്രേവി തയ്യാറാക്കാനോ ഉപയോഗിക്കാം. കൂടുതൽ പ്രഷർ കൊടുക്കാതെ ഇത് നന്നായി തേച്ച് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ചെന കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ പഞ്ചസാര പാനി റെഡിയാക്കാം. കുക്കറിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. 3/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെന നമുക്ക് ഈക്വൽ സൈസിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. പഞ്ചസാര പാനിയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം. ഒരേ വലുപ്പത്തിലുള്ള 6 ഉരുളകളാണ് ഉരുട്ടി വെച്ചിരിക്കുന്നത്. പഞ്ചസാര പാനി ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളകൾ ഓരോന്നായി ഇട്ടു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ പഞ്ചസാര ചേർക്കാം. ഇനി കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇത് പെട്ടെന്ന് തണുപ്പിക്കുന്നതിനായി ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തിലേക്ക് കുക്കർ ഇറക്കി വെക്കാം. ഇപ്പോൾ ഇത് തണുത്ത് ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ രസഗുള ഏകദേശം ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. 5 മണിക്കൂർ തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ രസഗുള നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.